വരൂല. ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആഷ്പോഷ് ഉദ്ദേശമൊന്നുമില്ല. ലൈഫിൽ ഒന്നും വേണ്ട, എനിക്ക് സമാധാനം തന്നാൽ മതി. എനിക്ക് മറ്റേ സ്വർണ്ണ നാണയം കൊണ്ട് തുലാഭാരം നടത്തി അങ്ങനെ ഒന്നും വേണ്ട. എന്നെ അറിയില്ല, എനിക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആര് ലൈഫിൽ വന്നാലും സമാധാനം. ഇൻ കേസ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഓഫ് കോഴ്സ് നമ്മളൊരു പാർട്ട്ണർ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സമാധാനം തരണ ഒരാളാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നമുക്ക് ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരാൾ വന്നില്ല എൻ്റെ ലൈഫിൽ. എൻ്റെ ലൈഫിൽ വന്നു പോയ ആളെന്ന് പറയണത് എനിക്ക് നല്ല രീതിക്ക് ഒരുപാട് വിഷമിച്ചു. പക്ഷെ എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. താങ്ക്സ് ഉള്ളു അയാളടുത്ത്. കാരണം അയാൾ ഇന്ന് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അപ്പു എൻ്റെ ലൈഫിൽ ഇല്ല. അപ്പൊ എനിക്ക് അത്രയും താങ്ക്സ് ഉണ്ട് അയാളടുത്ത്. അതുകൊണ്ട് ആ ലൈഫിൽ ഞാൻ വിചാരിച്ച് ഇനി അങ്ങനെ ഒരാൾ നല്ല പാർട്ട്ണർ ലൈഫിൽ വരൂല. സോ അതുകൊണ്ട് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണം. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അഡോപ്ഷൻ തന്നെ വേണം, അഡോപ്റ്റ് ചെയ്ത് തന്നെ ജീവിക്കണം. അത് കുഞ്ഞ് തന്നെ ഭയങ്കര, പെൺപിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്, ആൺകുട്ടികളെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഒരു ആൺകുട്ടി പെൺകുട്ടി എന്ന എന്റെ ചായ്വ് പെൺപിള്ളേരെ അടുത്താണ്. ഭയങ്കര ഇഷ്ടമാണ്. ഓഫ്കോഴ്സ് എന്റെ കസിൻസിന്റെയൊക്കെ മക്കൾ വന്നാല് ഞാൻ ഒരുക്കി, തലയ്ക്ക് ഒരുക്കി, കണ്ണിന്റെ മുകളിൽ കുറെ ഗ്ലിറ്റർ ഒക്കെ വാരിയിട്ട് ഞാൻ അങ്ങനെയാണ് ഒരുക്കി കൊണ്ടു നടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ദൈവം വിധിച്ചത് ശരിയാണ്. ഞാൻ ഇവിടെ വലിയ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുള്ളി വലിയൊരു സ്ക്രിപ്റ്റ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നായിരിക്കും. എന്നിട്ട് പറ, ഇപ്പം നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ ശേഷം കൂട്ടുകാരത്തിമാരോടൊക്കെ നമ്മൾ യൂഷ്വലി ചോദിക്കില്ലേ,